ഞാനിപ്പോൾ പന്ത് കളി തുടങ്ങിയിരിക്കുകയാണ്. തീരെ വയ്യ, എനിക്ക് തടിയുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു ദിവസം 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ എക്സസൈസ് ചെയ്തൊന്ന് വിറക്കുന്നില്ല. അപ്പോൾ പന്ത് കളിച്ചാൽ പോയപ്പോൾ ശരീരം നമ്മൾ നോക്കണ്ടേ, ശരീരം നമ്മൾ നോക്കണം. കുട്ടികളൊക്കെ കളിച്ചാൽ നടക്കുകയാണ്. അസ്സാം വലൈക്കും. പ്രിയമുള്ളവരെ, ഹാമിദ് ആറ്റക്കോയയുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരീരം കൊണ്ട് തീരെ സുഖമില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ കാണുകയും ഡോക്ടർ അദ്ദേഹത്തോട് ഒന്ന് എക്സസൈസ് ചെയ്യുവാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ മൂപ്പര് വേർക്കുന്നില്ല. അപ്പോൾ വേർക്കാൻ വേണ്ടിയിട്ട് മൂപ്പരുടെ പഴയ പരിപാടി ഫുട്ബോൾ കളിയുടെ മാനേജറൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇയാൾക്ക്. അങ്ങനെ ഫുട്ബോൾ കളി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികളുമായിട്ട് ഫുട്ബോൾ കളിക്കുന്നൊരു വീഡിയോ അത് സോഷ്യൽ മീഡിയയിലൂടെ ട്രോളായിട്ട് വന്നിരുന്നു. ഹാമിദിൻ്റെ ഫുട്ബോൾ കളി എന്നും പറഞ്ഞിട്ട് നമ്മളത് കണ്ടിട്ട് അവോയ്ഡ് ചെയ്തു. കാര്യം മറ്റൊന്നുമല്ല, ഹാമിദിന് ഫുട്ബോൾ കളിക്കുക ചീട്ടൊന്നുമല്ലല്ലോ കളിക്കുന്നത്. ഫുട്ബോള് ഹറാമായൊരു കളിയൊന്നുമല്ല. പിന്നെ അയാൾ മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഫുട്ബോൾ കളിക്കുകയും ചെയ്തിരുന്നത്. ആ വീഡിയോ നമുക്ക് കാണിക്കാം. ആ ഫുട്ബോൾ കളി നമ്മൾ കാണിക്കാതിരുന്നത് എന്താണെന്ന് പറഞ്ഞു. ഫുട്ബോൾ കളി അത്ര വലിയൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഹാമിദിന് ഫുട്ബോൾ കളി കളിക്കാൻ പാടില്ല എന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് ചെയ്യാതിരുന്നത്. ഇനി ഇത് എന്തിനാണ് ഇപ്പോൾ കാണിച്ചത് എന്നുള്ളത്, ഫുട്ബോൾ കളിയുടെ വീഡിയോ വൈറലായപ്പോഴാണ് ഇദ്ദേഹത്തിന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നിയതും ഇങ്ങനെ വന്നതും. ഇനി എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഫുട്ബോൾ കളി കാണിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അത് സാറ് നമ്മൾ ശരീരം നല്ലത് വയർത്താൽ നമ്മൾ വെറുതെ ഇരിക്കല്ലേ. ഇറച്ചി മീനും ബീഫും ഒക്കെ കൂട്ടിയിട്ട് നല്ല ഇരിക്കല്ലേ. അതാണ് പ്രശ്നം. നമ്മൾ വെറുതെ ഇരിക്കല്ലേ, ഇറച്ചി മീനും ബീഫും ഒക്കെ കൂട്ടിയിട്ട് നല്ലോണം മൃഷ്ടാനം ഉണ്ടിട്ട് വെറുതെ ഇരിക്കല്ലേ. അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളാണ് വന്നത് എന്നുള്ളതാണ്. അധ്വാനിച്ചിട്ടില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ വെറുതെ ഇരുന്നിട്ട് കൈനീട്ടി വാങ്ങുന്ന ആളുകൾക്ക് വരുന്ന അസുഖമാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് വന്നു. ഈ വെറുതെ ഇരിക്കുന്ന ഈ ഹാമിദിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന യാക്കോമേ, നിങ്ങൾ അസുഖമാണ് എന്ന് പറയുമ്പോൾ ഇയാളുടെ അടുത്ത് ചെല്ലുന്നു. എന്നാൽ ഇയാൾ അസുഖമാണ് എന്ന് പറയുമ്പോൾ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാണ്, ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കാണ്. പിന്നീട് അവിടെയുള്ള മരുന്ന്, അവിടെ നിന്ന് ലഭിക്കുന്ന മരുന്ന്, അതിന് പുറമെ ഡോക്ടേഴ്സ് പറയുന്ന ആ വർക്കൗട്ടും മറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അയാളുടെ ആരോഗ്യം നിലനിർത്തുന്നത്. നിങ്ങൾ എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഹാമിദ് ആറ്റക്കോയെ പോലെയുള്ള ആത്മീയ ചൂഷകരുടെ അടുത്തേക്ക്. ഇനിയും പറയുന്നത് കേൾക്കൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ട്. മനസ്സിലായി. ഫാറ്റി ലിവർ പല ആളുകൾക്കും ഉള്ളതാണ്. ഫാറ്റി ലിവർ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ്. ഈ ഫാറ്റി ലിവറിൻ്റെ ഒപ്പം മഞ്ഞപ്പിത്തം കൂടി വരാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് വർക്കൗട്ട് എന്നുള്ളതാണ്, ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ് ഇതിന് മെയിൻ ഉള്ളത് എന്നുള്ളതൊക്കെയാണ് എൻ്റെ അറിവ്. പിന്നെ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ആരുടെയും കുരുത്തക്കേടൊന്നും അല്ല എന്നുള്ളത് ഈ യാക്കോവും മനസ്സിലാക്കുക. കാര്യം ഈ ഫാറ്റി ലിവർ എനിക്കും വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് കുടിക്കും. അപ്പോൾ അത് കുരുത്തക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുടെ അടുത്താണ് പറയാനുള്ളത്. ഇതുപോലത്തെ ആളുകൾക്ക് അവർക്കും വരുന്നുണ്ട്. ഭക്ഷണം കൺട്രോൾ ഇല്ലാണ്ട് കഴിച്ചിട്ട് വേർക്കാതെ അനങ്ങാതെ ഇരുന്നോടത്തുനിന്ന് അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫാറ്റി ലിവർ മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഹാമിദ് പറയട്ടെ. ഫുട്ബോൾ കളി കാണിക്കാട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ശരീരം എക്സസൈസ് നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ശിഫാനത്ത് കേസ് വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കളിച്ചിട്ട് ഇപ്പോൾ കയ്യിൽ അനക്കാൻ കേൾക്കണില്ല. കളിച്ചിട്ട് കൈ അനക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഫുട്ബോൾ കയ്യുത്തിയിട്ടാണോ കളിക്കുന്നത് തങ്ങളെ? അല്ല, അതൊന്നും അറിയണമല്ലോ. ഫുട്ബോൾ കളി കാലുകൊണ്ടാണ്, കൈകൊണ്ടും കളിക്കുന്നുണ്ടോ നിങ്ങൾ ഫുട്ബോള്? ശരി, പറയും. അപ്പോൾ ഇനി എന്നും 1 മണിക്കൂർ കളിച്ചാൽ അതിൻ്റെ എല്ലാ രോഗവും മാറും.
ഇപ്പോൾ വേദനകൾ ഇപ്പോൾ കൂടിയ വേദനയുള്ളൂ. മറ്റുള്ളവർക്ക് എന്താണ് ഇപ്പോൾ കുറേ റാഹത്തായി. പിന്നെ ഒന്നൊരു മണിക്കൂർ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, ഫുൾ ടൈം എക്സസൈസ് ഉണ്ട്, അതൊന്നൊരു രോഗം ഉണ്ടായിരുന്നില്ല. യൂട്യൂബർമാർക്ക് എന്താ അതൊന്നും സാരമില്ല, അതൊക്കെ ഒരിട്ടോട്ടെ. ഇട്ടോട്ടെ എന്ന് പറഞ്ഞാലും ഇടും, ഇടണ്ടെന്ന് പറഞ്ഞാലും ഇടും. അത് മറ്റൊരു കാര്യം. ഇതുപോലെ വിവരക്കേട് കാണിക്കുമ്പോൾ ഈ ആളുകൾ അവർ ചോദിക്കുന്നുണ്ട്, ഹാമിദെ യൂട്യൂബർമാർ ഇത് കണ്ടാൽ ഇത് ട്രോളൂലെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് പ്രേക്ഷകർക്ക് ഉത്കണ്ഠയുണ്ട്, ഹാമിദിന് അതൊന്നും വിഷയമല്ല. കാര്യം എന്താണ്, ഹാമിദിൻ്റെ അടുത്തേക്ക് പോകുന്നത് യാക്കവുമാണ് എന്നുള്ളതാണ്. ഹാമിദിൻ്റെ അടുത്ത് പോയി ചികിത്സിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹാമിദിന് രോഗമായപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഹാമിദിൻ്റെ അടുത്ത് അതിന് മരുന്നില്ല. ഹാമിദിൻ്റെ സ്വലാത്തുൽ ഫാത്തിഹ് അതിന് ഫലപ്രദമല്ല എന്നുള്ളതാണ്. അപ്പോൾ തട്ടിപ്പിനെ ഇത് പറ്റുള്ളൂ എന്നുള്ളതാണ്. പറയട്ടെ, ഹാമിദ് പറയട്ടെ. ഓരെ കൊണ്ട് അസുഖം മാറ്റി തരാൻ കഴിയില്ലല്ലോ. ഒരിപ്പോൾ ഞാൻ പന്ത് കളിച്ചതല്ലേ പറയുള്ളൂ, ഞാൻ അയാളതാ പന്ത് കളിക്കണോ അതിൽ ഇല്ലല്ലല്ല. താങ്കൾ പന്ത് കളിക്കുന്നു എന്നുള്ളത് ഇനി ആരെങ്കിലും ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സ്. നമ്മൾ അത് കാണാത്തത് കൊണ്ടല്ല, നമ്മളുടെ കയ്യിൽ ആ വീഡിയോ കിട്ടിയിട്ട് ദിവസങ്ങളായി. പന്ത് കളിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമല്ല ഹാമിദെ. പക്ഷേ അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ പോയി എന്ന് പറയുന്ന ഹാമിദ് അസുഖബാധിതരെ ചികിത്സിക്കുക എന്ന പേരിൽ ടോക്കൺ വെച്ചുകൊണ്ട്, വരി നിർത്തിക്കൊണ്ട്, വെയിലത്ത് നിർത്തിക്കൊണ്ട്, മഴയത്ത് നിർത്തിക്കൊണ്ട്, ആളുകളുടെ കയ്യിൽ നിന്ന് പണം വസൂലാക്കിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? താങ്കൾ മനുഷ്യർക്കെല്ലാം, താങ്കളുടെ മുന്നിൽ വരുന്ന അന്ധവിശ്വാസികൾക്കെല്ലാം ചികിത്സ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടേ താങ്കൾക്ക് താങ്കളുടെ ചികിത്സ ഫലിക്കാതെ പോയത്? അപ്പോൾ ആ ചികിത്സ തട്ടിപ്പാണ് എന്നുള്ളത് അതൊന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറമൊന്നുമില്ല. പറയുള്ളൂ, വേറൊന്നും പറയില്ലല്ലോ. പാൻറ് ഇട്ടിട്ടാ കളിച്ചത് എന്ന് പറയുന്നുണ്ട്. ഹാമിദിൻ്റെ കളി നമുക്കൊന്ന് കാണാം. എന്നിട്ട് ആ കളിയുടെ ആ ഒരു രസമൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയുന്ന കുറച്ച് ഭാഗം കൂടിയുണ്ട്, അത് കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഹാമിദിൻ്റെ ഈ വീഡിയോ കാണിക്കുന്നത് ഹാമിദ് കളിച്ചു അതൊരു വലിയ തെറ്റാണ് അല്ലെങ്കിൽ അത് ട്രോളപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടല്ല. പക്ഷേ ഹാമിദിൻ്റെ അടുത്ത് ചികിത്സാർത്ഥം പോകുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക, അത്രയൊക്കെയുള്ളൂ കാര്യം എന്നുള്ളതാണ്. നമുക്ക് ഹാമിദിൻ്റെ ആ കളി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ ഗൂഗിൾ പേയുടെ നമ്പർ കൊടുത്താക്കും, നിങ്ങൾ വാങ്ങണം. ഒരു 1000 രൂപ നിങ്ങൾ സഹായിക്കണം. എല്ലാരും കുറച്ച് തേനും ഈത്തപ്പഴ പെണ്ണുങ്ങളെ ഭാഗത്തൊക്കെ കുറച്ച് വോളണ്ടിയേഴ്സ് കൊണ്ടുപോയിക്കാണ്. അങ്ങനെ നിങ്ങൾ പിന്നെ അങ്ങനെയെങ്കിലും ഒരു 100 രൂപ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് എടുക്കാണില്ല. എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും ദുനിയാവില് വേണ്ട. എനിക്ക് കിട്ടുന്നത് പോലും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ദിവസം ഇതാണ് ഫുട്ബോൾ കളി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ട്രോൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അത് അത്ര വലിയ ഇസ്ലാമിക വിരുദ്ധമൊന്നുമില്ല. അയാളൊരു തൊപ്പി കൗത്തിയിട്ടുണ്ട്. പിന്നെ സാധാരണ ട്രൗസറൊക്കെയാണ് ഇടുക, ബർമുഡ പോലത്തെ. ഇത് നല്ല ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അയാളുടെ വയറ് ഉന്തി നിൽക്കുന്നത് എല്ലാവർക്കും കാണാം. അപ്പോൾ തീരെ വർക്കൗട്ട് ഇല്ലാത്ത ഒരു ആളായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഫാറ്റ് കൂടിയിരിക്കുകയാണ്, കൊളസ്ട്രോൾ കൂടിയിരിക്കുകയാണ്. ഇനി ടോട്ടൽ കൊളസ്ട്രോൾ ഒന്ന് നോക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒരു മണിക്കൂർ കളി 2 മണിക്കൂർ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഹാമിദെ നോക്കൊണ്ടു. ഹാമിദ് കുറച്ചും കൂടി പറയട്ടെ. അതുകൊണ്ട് അതിലൊന്നും ഞാൻ മുക്കൂല എന്ന് പറയണത് എന്താണെന്നറിയോ? പന്ത് കളി കാണിച്ചിട്ടൊന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ല എന്നുള്ളതാ. വേണ്ട, പന്ത് കളിക്കുമ്പോൾ സാധാരണ വീഴാറുണ്ട്. അങ്ങനെ വീഴുമ്പോൾ വീണോടത്തുനിന്ന് എഴുന്നേൽക്കുകയും ചെയ്തോളുണ്ടു. എന്നാൽ അതല്ലാത്ത മറ്റൊരു കാര്യമുണ്ട്. താങ്കൾ പറയൂ. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് അസുഖാണെന്ന് പറയില്ല. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഞാൻ അസുഖാണെന്ന് പറയില്ല എന്ന്. ജനങ്ങളെ, ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഇയാളുടെ സ്വലാത്തുൽ ഫാത്തിഹയിൽ വള്ളൂതാൻ വെക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക. ഇയാൾ നിങ്ങളെ അടുത്ത് പറയണം എനിക്ക് അസുഖമാണ്, വയ്യ, ഉറക്കാണ്, ക്ഷീണാണെന്ന്. എന്നിട്ട് നിങ്ങളുടെ അസുഖം മാറാൻ ഇയാളെടുത്ത് വള്ളൂതിക്കാൻ പോകുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി മാത്രമായിരുന്നു കുറച്ചുകൂടി പറയുന്നുണ്ട്. കേട്ടു നോക്കൂ. എനിക്ക് തടിക്ക്, പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു രോഗത്തിനും ഒരു മരുന്നും കുടിച്ചിട്ടില്ല. എനിക്കൊരു രോഗക്കാര്യം നോണയാണ് പറയണത്. ഇയാള് ഒരു രോഗത്തിന് ഒരു മരുന്നും കുടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കയറിയിട്ട് ക്ഷീണം കൂടിയിട്ട് പിന്നെ ഉറക്കം തന്നെ ആയിരിക്കും, ഉറങ്ങാൻ തോന്നിക്കൊണ്ടിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അയാളുടെ മുഖത്ത് നോക്കിയാൽ അയാൾ പറയുന്നുണ്ട് മുഖത്ത് അതൊന്നല്ല എന്നുള്ളത്. അതിൻ്റെ ആ ഒരു കൊളസ്ട്രോളിൻ്റെ ലക്ഷണമൊക്കെ അയാളുടെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ ലക്ഷണശാസ്ത്രമൊക്കെ പറയാൻ തുടങ്ങി
അല്ല, അത് അങ്ങനെയാണ്. ചില ആളുകൾക്ക് കൊളസ്ട്രോൾ അധികമാവുന്ന സമയത്ത് മുഖമൊക്കെ സാധാരണ ലെവലിൽ നിന്നൊന്ന് ഒന്ന് ചീർക്കാറുണ്ട്. അതൊക്കെ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും കാണാലോ ഇല്ലേ. ഇനി ഇദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് മരുന്നൊന്നും കുടിച്ചിട്ടില്ല എന്നല്ലേ. അയാൾ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്ന ഒരാളാണ്. അത് അയാൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇയാളുടെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കണം. മരുന്നും ഇൻസുലിനും കൂടിയും ഉപയോഗിക്കുന്നവരുണ്ട്, മരുന്ന് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലെങ്കിൽ ഇൻസുലിൻ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഈ ഇൻസുലിനും മരുന്നല്ലേ എന്ന് ചോദിക്കും. നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കുന്ന അതും ഇൻസുലിനും മാത്രമായിട്ടും അല്ലെങ്കിൽ ഇൻസുലിൻ ഇല്ലാതെ ടാബ്ലറ്റ് മാത്രമായിട്ടൊക്കെ അത് ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കൊണ്ടും അതേപോലെ തന്നെ എക്സസൈസ് ചെയ്തുകൊണ്ടും അതുപോലെ മരുന്നും ഈ 3 കാര്യങ്ങളിലൂടെയാണ് പ്രമേഹ രോഗികൾ മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ ഇയാൾ മരുന്നേ കുടിച്ചിട്ടില്ല. അപ്പോൾ പ്രമേഹ രോഗമല്ല എന്ന് പറയാനാണെങ്കിൽ പറയണ്ട, പ്രമേഹ രോഗമാണ്. എന്താ ഇയാൾക്ക് മാറ്റാൻ പറ്റാത്തത് ഇല്ലേ? നാട്ടുകാരുടെ രോഗം മൊത്തം ഇയാൾ മാറ്റുന്നതായിട്ട് ഫലായിൽ പറയും, എന്നിട്ടോ ഇയാളുടെ രോഗം തടക്കണോ? കേട്ടോ കണി. ഒരു രോഗി കാര്യമായിട്ട് എന്തിട്ടുള്ളൂ അത് ചെറിയ ഷുഗറാണ്, അതിന് ഞാൻ മരിച്ചില്ല, വേറൊരു രോഗമില്ല. പിന്നെ ഈ പറയുന്നതിന് മുമ്പ് പറയേണ്ടത് അത് ചെറിയൊരു ഷുഗറാണ്, അതല്ലാതെ വേറൊരു രോഗമില്ലെന്ന. ക്യാൻസറും കുഷ്ഠമൊന്നും ഇല്ലയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായതല്ലേ അല്ലേ? ഷുഗർ അതൊരു രോഗമാണ്, അല്ലെങ്കിൽ എന്തിനാണ് മരുന്ന് കുടിക്കുന്നത് അല്ലേ? കേട്ടോ കാണി. പിന്നെ ഈ ഉറക്കാണ് ഏറ്റവും ഉറക്കാണ് കേട്ടോ. അതന്നെയാണ് ഫാറ്റി ലിവർ. അത് മഞ്ഞപ്പിത്തത്തിൻ്റെ ഭാഗം കൂടി ആയിക്കൊണ്ട് ഈ ലിവറിൽ വീക്കം, ലിവറിൽ നീർക്കെട്ട് എന്നുള്ള ആ ഒരു സംഭവം അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സിറോസിസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ലിവർ സിറോസിസ് 2 തരമുണ്ട്. ഒന്ന് ആൽക്കഹോളിക് ആണ്, ഒന്ന് ആൽക്കഹോളിക് അല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കുക. ശരി പറയാം. മൊത്തം ക്ഷീണമൊന്നുമില്ല, നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് കാണണം, എവറിത്തിങ് ഓക്കെയാണ്. മുഖത്ത് ക്ഷീണമൊന്നുമില്ല, എവരിത്തിങ് ഓക്കെ ആണെന്നാ. പൊന്നാര ഹാമിദെ, ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് കുറേ ആളുകൾക്ക്, ഭൂരിപക്ഷം ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണാർക്കാട് ഈ രോഗത്തിന് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റുള്ള ഒരു ഡോക്ടറുണ്ട്. ജോൺ മഞ്ഞളി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഡോക്ടർ മദർ കെയർ ഹോസ്പിറ്റലിലാണുള്ളത്. അതേപോലെ തന്നെ പുഞ്ചക്കോട് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ശേഷം ഒരു ക്ലിനിക്കിൽ വരാറുണ്ട്. അദ്ദേഹം ഇതിന് ബെസ്റ്റാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി മറ്റൊരു കാര്യം, ഇതൊരു പ്രൊമോഷനായിട്ട് ആരും കാണേണ്ടതില്ല. അദ്ദേഹത്തെ ഞാൻ നിർദ്ദേശിച്ചു എന്നുള്ളതും ആരും പറയേണ്ടതില്ല. മണ്ണാർക്കാട്ടുകാർക്ക് സുപരിചിതനാണ് അദ്ദേഹം. ഞാൻ 1-2 തവണ ഈ ഡോക്ടറെ കണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹാമിദ് ഫുട്ബോൾ കളിച്ചാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. ഹാമിദിന് ഫുട്ബോൾ കളിക്കാം, ചീട്ടൊന്നുമല്ലല്ലോ കളിക്കുന്നത് അല്ലേ? അപ്പോൾ ഫുട്ബോളാണ് കളിക്കുന്നത്, അത് നല്ലതാണ്, ഒന്ന് ശരീരമൊക്കെ ഒന്ന് അനങ്ങാനൊക്കെ. പക്ഷെ ഹാമിദെ, താങ്കൾ ചികിത്സയാണ് എന്നും പറഞ്ഞുകൊണ്ട് താങ്കളുടെ വീട്ടിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് നൽകുന്ന ചികിത്സ അത് താങ്കളുടെ കാര്യത്തിൽ ഫലിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം കൂടിയും ഒന്ന് ഈ ആളുകൾ അറിയിക്കുക. അന്ധവിശ്വാസികൾ ഇത് അറിഞ്ഞിട്ടും വരികയാണെങ്കിൽ താങ്കൾ സ്വീകരിക്കുക. താങ്കൾക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് എത്രയോ വാങ്ങിക്കോ, ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. താങ്കളെ തിരുത്തുക എന്നുള്ള ഉദ്ദേശം ഇവിടെ ഇല്ല. ഹാമിദിനെ തിരുത്തുക എന്നൊരു ഉദ്ദേശമൊന്നും ഇവിടെ ഇല്ല. ഹാമിദിൻ്റെ അടുത്തേക്ക് ബുദ്ധിയും ബോധമില്ലാതെ പോകുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.